വീട്ടിനകത്തൊരു വെള്ളം വരുന്നു. വെള്ളം കളഞ്ഞേക്കട്ടെ, മാറ്റട്ടെ. എന്താ പറയുന്നില്ല, മാറിയിട്ടും തീരുന്നില്ല. ഒടുക്കത്തെ മഴയാണ് പറഞ്ഞത്, ഒടുക്കത്തെ മഴ. ഇതേപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് എൻ്റെ ഒറ്റ പോലെ കേൾക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ മഴ കണ്ടോ? ഇതിപ്പോൾ കരിമീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയതാണ്, ചെറുതിന് വലിയ ടേസ്റ്റ് ഇല്ല, വലുതാണ് പിന്നെ ടേസ്റ്റ് ഉണ്ട്. ഇതിന് ജീവനുണ്ട്, അനങ്ങുന്നില്ലേ? ജീവനുള്ളതാണ്, ഇപ്പൊ അനങ്ങുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ചൂണ്ടരങ്ങ ആൻറ്റി കൊണ്ടുവന്ന മീൻ, കരിമീൻ ആൻറ്റി പൊക്കോണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ട് പോകുന്നു വൈകുന്നേരം ആയിരിക്കുവാണെന്ന്. വൈകുന്നേരം രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ഇത്ര നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഇനി പോലെ ഈ ഫുൾ ദിവസം ഉറക്കത്തിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ്. എങ്ങനെയുണ്ട്? സുഖാനാ? അപ്പൊ ഇന്നലെ എടുത്ത് 2 വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡിന് വെച്ചിട്ടുണ്ട്. ആ ഒടുക്കത്തിൽ ലെവലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല വീഡിയോ. ഒരു കാര്യം പറയാനേ വിട്ടുപോയി, വീട് മുങ്ങുവാണെന്ന് തോന്നുന്നു കേട്ടാ. ഇന്നലെ രാത്രി ഇട്ട് മഴ പെയ്യും. വെള്ളം ഇവിടം വരെയൊക്കെ ഉണ്ട്, നോക്കി ഉള്ളും വെള്ളം നിറഞ്ഞു കൊള്ളാം. അപ്പൊ അമ്മ ആഹാരം തന്നിട്ടുണ്ട്, പുട്ടും പഴവും. ഈ പഴം കുറച്ചുകൂടി പഴുത്തിരുന്നേ കൊള്ളായിരുന്നു, കുറച്ച് പച്ചയാണെന്ന് തോന്നുന്നു. എടാ മഴ പെയ്യോടെ, നീ എന്റെ മടിയിലോട്ട് എന്തിനു വന്ന്? നിനക്ക് മഴയത്ത് കുഴപ്പമുള്ള കട, നീ എന്റെ മറ്റൊക്കെ ഇരിക്കുന്ന അല്ല കുഴപ്പമുണ്ട് പറയണം. ഇപ്പൊ നീ വന്നിരിക്കുന്നതോടെ ഒരു ടേബിളായിട്ട് യൂസ് ചെയ്യുവാന്. ഒടുക്കത്തെ മഴ പെയ്യുന്നു. എനിക്ക് പുറത്തു പോകാൻ നല്ല താല്പര്യമുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിക്കേണ്ടി വരും. ചിലപ്പോൾ കറണ്ട് പോയാലോ, അങ്ങനെ കുറെ ബുദ്ധിമുട്ട്. പെട്ടെന്ന് എഴുതിയിട്ട് ഒന്ന് പുറത്ത് ചാടിയിട്ട് വരാം. കുറെ നാളുകളായിട്ടാണ് കേരളത്തിൽ പോയി മഴക്കാലത്ത് കറണ്ട് പോയി കേട്ടാ. കരുനാക്കളൊക്കെ പറയണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ സോളാർ വെക്കും, ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള. ഫുൾ ഇന്ത്യ കറണ്ട് പോയാൽ എൻ്റെ വീട്ടിൽ പോരും. പക്ഷെ അതിന് കുറച്ചേറെ പൈസ വേണം. ഇപ്പം ഇല്ല. ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളോട് പറഞ്ഞേക്കണം. ഫ്യൂച്ചർ പ്ലാൻസ് പറയാനൊന്നും എനിക്കൊരു മടിയില്ല. ഞാൻ തുറന്നാണ് ഫ്യൂച്ചർ പ്ലാൻസ് പറയുന്നത്. ആ പൂച്ച വെള്ളം കുടിക്കുന്ന പാത്രവും നിറഞ്ഞ്, അതിൻ്റെ കൂടെ എല്ലാം നിറഞ്ഞു. അതിൻ്റെ കൂടെ വീട്ടിനകത്തൊരു വെള്ളം വരുന്നു. വെള്ളം കളഞ്ഞേക്കട്ടെ, മാറ്റട്ടെ. എന്താ പറയുന്നില്ല, മാറിയിട്ടും തീരുന്നില്ല. ഈ വെള്ളം നിറച്ച് കിടക്കുന്ന ഇന്റർലോക്സ് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വെള്ളം നല്ലതായിട്ട് അകത്തോട്ട് കയറി പോകുന്നില്ല. രാവിലെ മേടിച്ച കരിമീൻ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കരണ്ട് വന്നിട്ടില്ല. ഈ കരിമീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമീൻ ചെറുതാണ്, അപ്പൊ ടേസ്റ്റ് കാണുമെന്ന് അറിയത്തില്ല. ഇത് കരണ്ട് വന്ന് ഈ ഇടയ്ക്ക് കരണ്ടിന്റെ പുറകെ തന്നെ ഫുൾ സമയം പോവാണെന്ന് തോന്നുന്നു. അല്ല പുറത്തിറങ്ങാതെ വിചാരിച്ച കരണ്ട് വരുന്ന സമയത്ത് വീട്ടിൽ വേണം, അല്ല വീഡിയോ എഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൊള്ളാം. എന്തായാലും ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യട്ടെ. കരണ്ട് വന്നേ ഉള്ളൂ, പോകത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് തുടങ്ങിയല്ലോ, അപ്പൊ തന്നെ കരണ്ട് പോയി. കറണ്ട് ഇപ്പോൾ പോയിട്ട് പിന്നെയും വന്നതാ. ഞാൻ ഇൻവേർട്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ നാളെ മറ്റന്നാളത്തേക്ക് വരും. ഞാൻ ആ ചേട്ടനിക്ക് പറഞ്ഞ് എൻ്റെ ഗെയിമിംഗ് PC ആണ്, 1000 വാട്ടാ. അപ്പം എത്ര നേരം നിൽക്കാനുള്ളത് 3-4 മണിക്കൂർ. ഞാൻ പറഞ്ഞ 1000 വാട്ടാണ്. ഇത് കുറച്ച് കൂടിയ PC എന്ന് വെച്ചാൽ കറണ്ട് വലിക്കുന്നതിന്. അല്ലാതെ വെറും നോർമൽ ഒരു PC അല്ല. എൻ്റെ വീട്ടിലെ AC-നെക്കാട്ടിയും കൂടുതൽ കറണ്ട് ഇതാ വലിക്കുന്നത്. AC-ക്ക് 1500 വാട്ട് ഉണ്ടെങ്കിൽ ഇതിന് 1000 വാട്ട് ഉണ്ട്. അത് നല്ലതായിട്ട് വലിക്കുകയും ചെയ്യും. ഫുള്ള് ഏറ്റവും കൂടുതൽ കറണ്ട് ഇതാ വിളിക്കുന്നത്. അപ്പം അയാൾ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞ്. പിന്നെ അയാൾ 3 മണിക്കൂർ കുറച്ച് 1.5 മണിക്കൂർ പറഞ്ഞു. എന്തായാലും വന്ന് നോക്കുമ്പോൾ അയാൾ അറിയാം എന്താവും. വല്ലപ്പോഴൊക്കെ അച്ഛൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ആഹാരം അതെ. ഇതെല്ലാം വേറെ സമയത്ത് കയറും അച്ഛൻ? ആവശ്യമുള്ളവ കയറുക. എത്ര വർഷമായി അടുക്കളയിൽ കയറിയിട്ട്? ജിമ്മിൽ പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പോകും എന്തായെന്ന് പറഞ്ഞാലും, മഴയാണെന്ന് പറഞ്ഞാലും, എന്ത് കോപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അച്ഛനുണ്ടാക്കി ആഹാരം കഴിക്കുകയാണ്. എന്താ കൊള്ളാവാ? അച്ഛൻ ഇനിയും കപ്പലിനുണ്ട് കേട്ടാ. അമ്മ ഇത്ര കഴിക്കത്തില്ലല്ലേ? അച്ഛനും കൂടെയാണ്. ഇപ്പൊ ക്യാമറയും പിടിക്കണം, ഈ കൊടയും പിടിക്കുന്നതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല ഇപ്പൊ എനിക്ക് മഴയത്ത് റെക്കോർഡ് ചെയ്യുന്ന ഇഷ്ടമായ കാര്യമാണ്. അങ്ങനെ ഒരു കൈ കൂടി ഉണ്ടായിരുന്നു പറ്റിയത്. ഇപ്പൊ ഇല്ലാതിരിക്കും, നമുക്ക് പോവാം. ഒടുക്കത്തെ മഴയാണ് പറഞ്ഞത്, ഒടുക്കത്തെ മഴ. ഇതേപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് എന്റെ ഒറ്റ പോലെ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഗൈസ് ഞാൻ ഇപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം വീട്ടിലോട്ട് പോകുക. പക്ഷേ അതിന് മുമ്പ് അമ്മ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അവർക്കെന്തോ ഓൺലൈൻ ഹെൽപ്പ് വേണം, അപ്പോൾ അത് ചെയ്തിട്ട് വരാം. കേരളത്തിൽ മഴ കണ്ടോ? അങ്ങനെ എനിക്കൊരു ഡ്രൈവിൽ പോകണമെന്നുണ്ട്, പക്ഷെ കാറില്ല. മാതാശ്രീ എന്തുവാണ് ചെയ്യുന്നത്? എന്റെ വീഡിയോ കാണുന്നത്? അയ്യോ, എന്റെ വീഡിയോ ഇരുന്ന് കാണുവാണല്ലേ ഫുള്ള്? ആണോ? അതുകൊണ്ട് ഇപ്പൊ എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നു. ഇതെന്ത് ചെയ്ത് നോക്കിയേ? കണ്ടനും കിറക്കി ഇവിടെ കിടന്ന് ഉറങ്ങുക വേണ്ട. സാറിന് കണ്ടൻ രാത്രി ആകുമ്പോൾ പുറത്തു പോകുന്ന. ഇപ്പൊ വീടിന് ചുറ്റും വെള്ളമായതുകൊണ്ട് ഇതൊന്നും പോകുന്നില്ല. ഉച്ചയ്ക്ക് വറുത്ത കരിമീനാണ്, അത് കുറച്ച് ബാക്കിയുണ്ട്. ഇത് അർജുൻ എംപിനെ കൊടുത്ത് പറ്റിക്കാം. അർജുൻസെ ഇത് കഴിക്കുമോ?
രാവിലെ ഉണ്ടാക്കിയത്. ഓ ഇയാൾക്ക് രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ നമ്പൂതിരിക്ക് അത്ര പിടിത്തമല്ല. എങ്ങനെയെങ്കിലും നമ്പൂതിരി കഴിച്ചു മാറ്റൂ. എന്തായാലും നാളത്തേക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ. അമ്മയ്ക്ക് ഫ്രിഡ്ജ് വെച്ച് പിന്നെ വറുക്കുന്ന പരിപാടി ഉണ്ട്. അത് ഫ്രിഡ്ജ് വെച്ച് വറുക്കുന്ന പരിപാടി ഉള്ളത് അമ്മയ്ക്ക്. അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു മാറ്റൂ നമ്പൂതിരി. നമ്പൂതിരി ഇല്ലത്തേ ഉള്ളൂ, കഴിക്കൂ. ഓക്കെ നോയിക്കൊന്നും കുറ്റം പറഞ്ഞിട്ട് കഴിച്ചോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടായിരുന്ന അപ്പാ? കരിമീന് ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ് അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചീനെ കാണുമ്പം താങ്ക്സ് പറയണം. വലിയ കരിമീൻ എത്ര ഇല്ല, ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അർജുനമ്പി. ഫുഡിന് മാത്രം കുറ്റം പറയുന്ന ഒരാള് അർജുനമ്പിയാണ്. കുറ്റം ആരും പറയുന്നത് വാസ്തവം. ഓക്കെ ഓക്കെ. മുട്ട വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? മുട്ടയാ? മുട്ട ഉണ്ടാക്കി നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം. ഓക്കെ, മുട്ട ഉണ്ടാക്കിട്ട് പോവാ. എനിക്ക് പ്രോട്ടീൻ മാത്രം മതി, അല്ല കഞ്ഞിയും ചപ്പാത്തി ഒന്നും വേണ്ട. ഓക്കെ, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടുവരാം. അർജുൻ സാർ സോറി, ഒരു മുട്ടയേ ഉള്ളു, ഒരേ ഒരു മുട്ട. ഒരു മുട്ട അമ്മാനെ കഴിച്ചു, എനിക്ക് വേണ്ട. സോറി, മുട്ട 5 മുട്ട ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് തന്നാ മതി. മുട്ടയുണ്ടെന്ന് വിചാരിച്ചമ്മോ ഒരു വാഗ്ദാനങ്ങള് പുറപ്പെടുവിച്ചത്. എപ്പോഴും വാഗ്ദാനം മാത്രമായിട്ട് ഇരുന്ന് പോകും, എനിക്കറിയാവുന്ന. എടാ എന്നും മുട്ടുകടല ഉണ്ടാക്കി തരുന്നില്ലടാ. ഇനിയിപ്പോ വലിയ കരിമീൻ മേടിക്കണം, ഒടുക്കത്തെ മുള്ളാണ് ചെറിയ കരിമീൻ. എടാ പതിയെ റിലാക്സ് ആയിട്ട് തിന്നണം. റിലാക്സ്. എനിക്ക് വിഷമം തലേ കയറി ഇരിക്കുക, റിലാക്സ് കാണത്തില്ല തിന്നാന്നിരുന്നു. സോറി, ഇച്ചിരി കഞ്ഞി എടുത്തോട്ടെ. കഞ്ഞി അമ്മാനെ കഴിച്ചു. ചപ്പാത്തിയാ? ചപ്പാത്തി വേണ്ട. അപ്പൊ എന്ത് കഴിക്കും? ചപ്പാത്തിയുടെ കൂടെ അച്ചാറ് പോലും ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടായിക്കൊണ്ട് വരാം. ഇതെന്താ ഇതിനകത്ത് ഉറുമ്പ്? ഉറുമ്പുണ്ടാ? ഉറുമ്പിനൊരു കുടുംബത്തിനുണ്ടല്ലോ അമ്മേനകത്ത്. കണ്ണ് കാണാൻ മേല, ഉറുമ്പ് ഉള്ളില്ല. ഉറുമ്പിനെ അരിച്ചുകൊണ്ട് വന്നമ്മ. ഇത് ചെറിയ ഉറുമ്പ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവനെ കുടിക്കും. പക്ഷെ എന്നാലും വന്ന് നോക്കി കണ്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ഉറുമ്പിന്റെ ജ്യൂസ് കുടിക്കട്ടെ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.